അല്ല, അതല്ല, അന്ന് എടുത്തൊരു തീരുമാനം കൂടുതൽ ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് വരണം. നമ്മളൊക്കെ എന്താ പറയേണ്ടത്, ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും മാറിയേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് പകരം പുതിയ ആളുകൾ വരണം. അതിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇങ്ങനെ തീരുമാനം പാർട്ടി എടുത്തത്. അത് സതുദ്ദേശത്തോടെ പാർട്ടി എടുത്ത തീരുമാനം. പക്ഷെ അതിന് ഇങ്ങനൊരു പരിണാമം ഉണ്ടാവും എന്നാലും പ്രതീക്ഷിച്ചതല്ല. അതിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ BJPയുടെ MLA വേണമെന്ന് LDFന് നിർബന്ധമില്ലെങ്കിൽ BJP ജയിക്കാൻ പോകുന്നില്ല. പാലക്കാട് ജയിക്കില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഇനി ഇലക്ഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ഏതായാലും ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കും. ബൈ ഇലക്ഷൻ ഇനി ഏതായാലും സ്കോപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പീരുമേടും ഒരു ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ, പക്ഷേ കാലാവധി അവസാനിക്കാൻ ഒരു കൊല്ലം പോലും ഇല്ല. ഇതിനിടയ്ക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ബൈ ഇലക്ഷൻ ഇപ്പോൾ അനാവശ്യമാണ് എന്നുള്ള ചിന്താഗതിയാണ് മൊത്തത്തിൽ കേരളത്തിലുള്ളത്. അല്ല, ഇത് ഞാൻ പറയുന്നത് അതല്ല, എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും? ഇതുപോലത്തെ വിഷയങ്ങൾ എങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക? ആരെവിടെയൊക്കെ മതിലിയാടുന്നത് ആർക്കറിയാം? ഈ രാജിയാണ് നിലവിലെ പ്രധാന പ്രശ്നം. അതായത് MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. അല്ല, അതില് പാർട്ടി